മച്ചാനെ നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്, അപ്പോൾ മച്ചാനെ ഒരുപാട് മച്ചാന്മാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ജൈവവളം കിട്ടാനില്ല, അപ്പോൾ ജൈവവളത്തിന് പകരമായി നമുക്ക് എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ജൈവവളം കൂടുതൽ ചേർത്താൽ ചെടികൾ നല്ലതുപോലെ തഴച്ച് വളരുമോ? ഇനി രാസവളങ്ങൾ കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴും കറക്റ്റ് കാര്യം ശരിയാണ്. കാരണം ഫ്ലാറ്റിലും അങ്ങും ഇങ്ങുമൊക്കെ താമസിക്കുന്ന, അതുപോലെ തന്നെ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കൂടുതലും ജൈവവളങ്ങൾ കിട്ടുക എന്നത് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് മച്ചാന്മാർക്കും അതുപോലെ തന്നെ രാസവളം ഉപയോഗിക്കുന്ന കുറച്ച് മച്ചാന്മാർക്കും അതിൻ്റെ വളപ്രയോഗ രീതികളും കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൈവവളമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെടിക്ക് കൊടുക്കാം. അതേസമയം രാസവളമാണെങ്കിൽ ഒത്തിരി കൂടിപ്പോയാൽ നമ്മളെ ചെടി പട്ട് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ കായ്ഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കായ്ഫലമില്ലാതെ പോകാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അളവ് കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും എന്തൊക്കെ വളങ്ങൾ ചേർത്താലും, രാസവളമായാലും ജൈവവളമായാലും, നമ്മൾ ചേർക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് ശുദ്ധീകരിക്കുക എന്നതാണ്. അതിന് രാസവള പ്രയോഗമായാലും ജൈവവള പ്രയോഗമായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കടമ്പ ഇതാണ്. അത് നമ്മുടെ ഒരു കൃഷിയുടെ തുടക്കം മുതൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 സെൻറ്റിലേക്ക് കുറഞ്ഞത് 3 കിലോഗ്രാം കുമ്മായപ്പൊടി ചേർക്കണം. ഒരു ഗ്രോ ബാഗിലൊക്കെയാണെങ്കിൽ 40 ഗ്രാം മുതൽ 50 ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത്, ഇത് മണ്ണിലാണെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം 50% നനവും കൊടുത്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൃഷിക്ക് പാകമാകൂ. എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിലെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടിയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാൽസ്യമാണ്. നമുക്കറിയാം, നമ്മുടെ തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലം കൂട്ടണമെന്നുണ്ടെങ്കിൽ കാൽസ്യം വേണം. അതുപോലെ തന്നെയാണ് ചെടികൾക്ക് കാൽസ്യം എന്തിനാണെന്നറിയാമോ? നമ്മുടെ ചെടികളുടെ തണ്ടുകൾക്ക് നല്ല ബലമുള്ളതാവാനും അതുപോലെ തന്നെ ചെടിയുടെ സെൽ വോൾ കട്ടിയുള്ളതാവാനും കാൽസ്യം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചെടികൾക്ക് വേരിൽ കൂടി മറ്റ് ന്യൂട്രിയൻസുകളെ ആഗിരണം ചെയ്യാനും, അതുപോലെ അതിനെ ചെടിയുടെ ശാഖകളിലേക്കും ഇലകളിലേക്കും തണ്ടുകളിലേക്കും അതുപോലെ തന്നെ കായുടെ അഗ്രഭാഗത്തേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും കാൽസ്യം വളരെ അത്യാവശ്യമാണ്. മണ്ണിൽ നിന്നും പോഷകങ്ങളും ജൈവവളങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്ന ചെടികളുടെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും കാൽസ്യം വളരെ അത്യാവശ്യമാണ്. എന്തിനേറെ പറയാം, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ എന്ത് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്താലും ചെടിക്ക് അതിന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അംശം കൂടുതലായി വേണം. ഇത് പ്രധാനമായും പറയാനുള്ള കാരണം, ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എന്തെന്ന് പറഞ്ഞാൽ, ഒരുപാട് മച്ചാന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ പച്ചക്കറി കൃഷി നിർത്തി. കാരണം എന്താണ്, ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് മണ്ണിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയേ മതിയാവൂ. കാരണം ചെടിയുടെ വേര് നന്നായാൽ കൃഷി നന്നായി എന്നാണല്ലോ ചൊല്ല് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് മച്ചാന്മാർ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ആളെന്ന ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ കിളയ്ക്കുന്ന സ്ഥലവും നമ്മളെ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മണ്ണും 50% നനവ് കൊടുത്ത്, അതായത് പുട്ടുപൊടിയുടെ നനവ് നമ്മൾ മണ്ണിലേക്ക് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി വിതറി വേണം കിളച്ചിളക്കി 15 ദിവസം ഒരിടവേള കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിക്കൊരുങ്ങാവൂ. ഇതിലൂടെ മാത്രമേ മുൻകാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത മണ്ണിലടങ്ങിയിട്ടുള്ള പുളിരസം, അതായത് പല വളങ്ങൾ ചേർത്തതിൻ്റെ അവശിഷ്ടങ്ങളും മഴയിലൂടെയും വെയിലിലൂടെയും ഒക്കെ വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് മണ്ണിൽ പുളിരസം കൂടും. അതൊക്കെ മാറി നല്ല കൃഷിയോഗ്യമാക്കാൻ സാധിക്കും.
അപ്പോൾ നമ്മൾ രാസവളങ്ങൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെടിക്ക് കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. വളങ്ങളിൽ വെച്ച് പ്രാഥമിക വളങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. എന്നാൽ ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം പല പല രാസവളങ്ങളിലൂടെയും ജൈവവളങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മളെ മണ്ണിലില്ലാത്തതും എന്നാൽ ചെടിക്ക് വളരെ അത്യാവശ്യമുള്ളതുമായിട്ടുള്ള ഘടകമാണ് മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം. ഇതെല്ലാം സെക്കൻഡറി ന്യൂട്രിയൻസ് വിഭാഗത്തിൽ പെട്ടതാണ്. അടുത്തതായി ചെടിക്ക് വേണ്ട സൂക്ഷ്മമൂലകങ്ങൾ മാംഗനീസ്, ചെമ്പ്, അയൺ, സിങ്ക്, ബോറോൺ, മോളിബ്ഡിനം, നിക്കൽ, ക്ലോറിൻ തുടങ്ങിയവ. ഇതെല്ലാം തന്നെ ചെടികൾക്ക് ശരിയായ അളവിൽ കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ചെടികൾക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂ. അതായത് പൊട്ടാസ്യം ഒത്തി കൂട്ടി കൊടുത്തതുകൊണ്ട് നൈട്രജൻ ഒത്തി കുറച്ച് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നൈട്രജൻ കൂട്ടിയത് കൊണ്ടോ ചെടികൾക്ക് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളോ വിളവ് കൂടുതലോ ഉണ്ടാവില്ല. അതായത് ചെടി വളരുന്ന സമയത്ത് കൊടുക്കുന്നതിന് നമ്മൾ വിളവെടുപ്പ് സമയത്ത് കൊടുത്തിട്ട് കാര്യമില്ല. വിളവെടുപ്പ് സമയത്ത് കൊടുക്കുന്നതിന് നമ്മൾ വളരുന്ന സമയത്ത് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം പല സമയത്തും പല പല ഡ്യൂട്ടികളാണ് പല വളങ്ങൾക്കും ഉള്ളത്. ഇനി നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നവർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളത്തിലേക്ക് പോകാം. ജൈവവളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എല്ലുപൊടി തന്നെയാണ്. ഈ എല്ലുപൊടിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഫോസ്ഫറസ് ആണ്. എല്ലുപൊടി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ചെടിയുടെ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ പ്രധാന ഘടകമാണ് ഫോസ്ഫറസ്. അതുപോലെ നമ്മുടെ ചെടിയുടെ വളരുന്ന ഭാഗങ്ങളിലെ സെല്ലുകളുടെ ഡെവലപ്മെൻറ്റിനും ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ചെടി നല്ലതുപോലെ വളരൂ. പിന്നെ ചെടികൾക്ക് ധാരാളം വേരുകൾ ഉണ്ടാവാൻ, നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരാൻ ഇതിനൊക്കെ നമുക്ക് ഫോസ്ഫറസ് ചെടിക്ക് കൊടുത്തേ പറ്റൂ. നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിക്കുകയും അതുപോലെ തന്നെ ചെടി ഒരു ഷണ്ടാവസ്ഥയിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അവിടെ ഫോസ്ഫറസിൻ്റെ കുറവാണുള്ളത് എന്ന്. ഇതിനെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ജൈവവളത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് രാജ്ഫോസ്, അല്ല എങ്കിൽ എല്ലുപൊടി. ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ പോലും നമ്മുടെ ഫോസ്ഫറസിൻ്റെ ഒരു റിച്ച് സോഴ്സാണത്. ഈ രാജ്ഫോസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജൈവവളമാണ്. അത് രാജസ്ഥാനിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജൈവ കൃഷിക്ക് നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ എല്ലുപൊടിയെ അപേക്ഷിച്ച് നല്ലതുപോലെ വിശ്വസിച്ച് നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാൻ പറ്റുന്നത് രാജ്ഫോസ് തന്നെയാണ്. കാരണം എല്ലുപൊടിയിൽ ധാരാളം കെമിക്കൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ശുദ്ധമായ എല്ലുപൊടി നമുക്ക് കിട്ടാറില്ല. അതിൽ കൂടുതലും ഉപ്പിൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രാജ്ഫോസ് ചെടിക്ക് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. ഇനി 1 സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ 1 കിലോഗ്രാം എല്ലുപൊടി നമ്മളെ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ കോഴിക്കാഷ്ടമോ എന്താണ് നമ്മളെ കയ്യിലുള്ളത്, ഇനി മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ അതിലും ചേർത്ത് നമ്മളെ ചെടിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഗ്രോ ബാഗിലാണെങ്കിലോ 50 ഗ്രാം വരെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വളങ്ങളെ മിക്സ് ചെയ്ത് ചെടിക്ക് കൊടുക്കാം. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഫോസ്ഫറസ് വളങ്ങൾ നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് അടിസ്ഥാന വളമായിട്ട് തന്നെ ആയിരിക്കണം. അതായത് നമ്മുടെ രാജ്ഫോസും എല്ലുപൊടിയും ഒന്നും പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ളതല്ല. അതുകൊണ്ട് മറ്റ് ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ ഇത് മിക്സ് ചെയ്ത് നമുക്ക് ചെടിക്ക് കൊടുക്കുന്നതായിരിക്കും ചെടിക്ക് പെട്ടെന്ന് ഇത് സ്വീകരിക്കാൻ പാകത്തിലായി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞാലുടൻ തന്നെ ഈ വളങ്ങൾ മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു 10 ദിവസമോ 12 ദിവസമോ കഴിഞ്ഞതിന് ശേഷം ചെടി നടണമെന്ന് പറയുന്നത്. അപ്പോൾ ചെടിക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. ഈ 10-12 ദിവസത്തെ വളർച്ച കൂടി അധികമായിട്ട് ചെടി വളർന്നു വരികയും ചെയ്യും. അതായത് ഗൺ പോലെ വളർന്നു വരും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മളെ പൊട്ടാഷ്യം. പൊട്ടാസ്യത്തിൻ്റെ അഭാവലക്ഷണം ചെടികൾ കാണിക്കുന്നത് ചെടികളുടെ ഇലകളുടെ അരിക് സൈഡിൽ നിന്ന് അകത്തേക്ക് കരിവ് വരികയും ഇല മഞ്ഞളുപ്പ് നിറത്തിലേക്ക് മാറുകയും ചെയ്യും. അതായത് ചെടികൾ നല്ലതുപോലെ വളർന്നു വന്നതിന് ശേഷം അതിൻ്റെ ഇലകൾ അകത്തേക്ക് കരിഞ്ഞ് ഒരുമാതിരി മഞ്ഞളുപ്പ് നിറമായി കായ്ഫലമില്ലാതെ നിൽക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അതായത് ചെടികളുടെ ഇലയിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ
ചെടിയുടെ പല ഭാഗത്തേക്കും എത്തണമെങ്കിൽ പൊട്ടാഷ് വേണം. അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് നല്ല ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും നൽകുന്നതിനും പൊട്ടാസ്യം അത്യാവശ്യമാണ്. ധാരാളം കായ്കൾ ഉണ്ടാവുന്നതിനും ചെടി കണ്ടമാനം പുഷ്പിക്കുന്നതിനും പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെടികൾ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് പൊട്ടാസ്യം ചെടികൾക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ പൊട്ടാഷും ഫോസ്ഫറസും നമ്മളെ ചെടിയുടെ വളർച്ചയ്ക്കും കായപിടുത്തത്തിനും ആരോഗ്യത്തിനും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത് നമ്മളെ ചെടികളിലേക്ക് കൊടുക്കുന്നത് ഒന്നിച്ചാവരുത്. അതായത് പല 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 ഘട്ടങ്ങളായിട്ട് ചെടിക്ക് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. അതിന് നമുക്ക് ഒരു ചെടി നട്ട് 2 ഇല പ്രായമാകുമ്പോഴേക്കും 10 ഗ്രാം ഫാക്ടംഫോസും അതുപോലെ തന്നെ 5 ഗ്രാം പൊട്ടാഷും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിക്ക് ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒത്ത മൂട്ടിലൊന്നും കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കരുത്. ചെടിയിൽ നിന്നും പച്ചക്കറി ചെടിയാണെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗത്തു നിന്നും ഒരു 10-15 സെൻറ്റിമീറ്റർ അകലത്തിൽ വൃത്താകൃതിയിൽ കറക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഒരാഴ്ചയിലൊരിക്കൽ എന്ന കണക്കിൽ നമ്മളെ ചെടിക്ക് കൊടുത്താൽ നല്ല പുഷ്ടിയോടെ വളർന്നു വരും ചെടി. ഇനി നമ്മുടെ ചെടി പൂവിട്ട് തുടങ്ങിയാൽ, അതായത് കായ്ക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കൊടുത്തതിൻ്റെ നേരെ വിപരീതമായിട്ടാണ്. അതായത് 10 ഗ്രാം പൊട്ടാഷ്യം 5 ഗ്രാം ഫാക്ടംഫോസും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെടിയുടെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. ഇത് കൃത്യം ഒരാഴ്ച ദിവസങ്ങളിലോ 10 ദിവസം ഇടവിട്ട ദിവസങ്ങളിലോ കൃത്യമായും ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ല പുഷ്ടിയോടെ വളർന്നു വന്ന് നല്ല ആരോഗ്യത്തോടെ നമുക്ക് ധാരാളം കായ്കൾ തരാൻ സാധിക്കുകയുള്ളൂ. അതെ, എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ചെടിക്ക് കൊടുത്തിട്ട് നല്ല വിളവ് കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് ശുദ്ധമായ മണ്ടത്തരമാണ്. അടുത്തതായി നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു മൂലകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം. മഗ്നീഷ്യം ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ചപ്പ് ഹരിതകം നിലനിർത്താൻ സാധിക്കൂ. അങ്ങനെ ഹരിതകം നിലനിർത്തിയാൽ മാത്രമേ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ആഹാരം പാചകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് പ്രകാശ സംശ്ലേഷണം. ഇങ്ങനെ ആഹാരം പാചകം ചെയ്യുന്നതിന് കായയുടെ അഗ്രഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം വേണം. യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ അഭാവം ധാരാളമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മഗ്നീഷ്യം ഇല്ല എന്ന് തന്നെ പറയാം. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഗ്നീഷ്യം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ 1 സെൻറ്റ് കൃഷിയിടത്തേക്ക് 350 ഗ്രാമാണ് പച്ചക്കറി ചെടി കൃഷികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് പല തവണയായിട്ട് വേണം നമ്മൾ ചെടിക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടാഷോ ഫാക്ടംഫോസോ ഉപയോഗിച്ചതിന് ശേഷം അത് ഒരു 15 ദിവസത്തെ ഇടവേള സമയങ്ങളിൽ കുറഞ്ഞതൊരു 10-12 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു 10 ഗ്രാം വരെ ഒരു ചെടിക്കെന്ന അളവിൽ ഒരു തവണ നമ്മൾ ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടമോ കോഴിക്കാഷ്ടമോ അത് ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ ഇതിനോടൊപ്പം ഇളക്കി നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന മഗ്നീഷ്യത്തിൻ്റെ അഭാവം കുറയ്ക്കാൻ സാധിക്കും. ഇനി ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഓരോ 10 ദിവസവും 7 ദിവസവും ഇടവിട്ട ദിവസങ്ങളിലോ മറ്റോ കൃത്യമായും പൊടിഞ്ഞ ജൈവവളങ്ങൾ, അതായത് ആട്ടുംകാഷ്ടം, കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ് ഇവയൊക്കെ മിക്സ് ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടുന്ന, ഇനി പച്ചില വളമാണെങ്കിൽ പച്ചില വളം വരെ മിക്സ് ചെയ്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൂടെ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ തന്നെ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും വലിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം. അപ്പോൾ ഇനിയും ഒരു കാർഷിക വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.